മനസാക്ഷിയെ നടുക്കിക്കൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ ഭൂകമ്പമായും സുനാമി, കാറ്റ്, മഴ, വെള്ളപ്പൊക്കം, കാട്ടുതീ, പകർച്ചവ്യാധികൾ അങ്ങനെ അനേകം വിധങ്ങളിൽ തലപൊക്കി അനേകരെ കവർന്നെടുത്തു കൊണ്ടുപോകും. ഇതെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് എവിടെയും ആരും സുരക്ഷിതരല്ലെന്നാണ്. പ്രകൃതി ദുരന്തത്തിൽ മരണമടയുന്നവർക്ക് നല്ല ഒരു അടക്കം കിട്ടണമെന്നില്ല. നേടിയതും കൈവശം വെച്ചതും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥ. അല്ലെങ്കിൽ ഒരു പുരുഷായുസ് മുഴുവൻ നേടിയത് കൊടുത്താലും സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ കഴിയാത്ത നിസ്സഹായത. ദുരന്തമുഖത്ത് വിവിധ സംഘടനകളും രാജ്യങ്ങളും ചെറുതും വലുതുമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ദുരന്തം അനുഭവിക്കുന്നവരെ പഴയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് പ്രശംസനീയമാണ്. സുവിശേഷ വേലയിലും നമുക്ക് ചെറുതും വലുതുമായ ഒട്ടനവധി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുവാൻ കഴിയും. പ്രകൃതി ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നതെങ്കിൽ സുവിശേഷ രക്ഷാപ്രവർത്തനം ദുരന്തത്തിന് മുമ്പേ ചെയ്യുന്നതാണെന്നുള്ള വ്യത്യാസമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളുടെ രക്ഷാപ്രവർത്തനം ഒരു നിശ്ചിത സമയത്തേക്ക് ചെയ്തു കഴിയുമ്പോൾ അവസാനിക്കുന്നതാണെങ്കിൽ സുവിശേഷ രക്ഷാപ്രവർത്തനം ദുരന്തം ഉണ്ടാകുന്നത് വരെയാണ്. ദുരന്തമുണ്ടായിക്കഴിഞ്ഞ് യാതൊരു രക്ഷാപ്രവർത്തനവും ആരാലും സാധ്യമല്ല എന്നുള്ള വ്യത്യാസം കൂടെയുണ്ട്. ദൈവവേലയാകുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു എന്ന് തൊഴിച്ചാൽ മറ്റൊന്നും അവകാശപ്പെടാതെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. DL മൂഡി പറഞ്ഞതുപോലെ തനിക്ക് ഒരു രക്ഷാബോട്ട് ദൈവം കൊടുത്തു. ദൈവം ഇങ്ങനെ പറഞ്ഞു, മൂടി പരമാവധി ജനങ്ങളെ അതിലേക്ക് വലിച്ചു കയറ്റുക. അങ്ങനെ അദ്ദേഹം തന്റെ ആയുസ്സിൽ ദൈവം കൊടുത്ത രക്ഷാബോട്ടിലേക്ക് 20 ലക്ഷത്തോളം ജനങ്ങളെ കയറ്റി. ഈ രക്ഷാപ്രവർത്തനത്തിന് ഭാഷയുടെ സൗന്ദര്യമോ എഴുത്തിന്റെ ഭംഗിയോ പ്രസംഗത്തിന്റെ ചാതുര്യമോ നോക്കിയില്ല. പ്രിയമുള്ളവരെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരെ പോലെ സുവിശേഷത്തിനായി പരമാവധി ജനങ്ങളെ രക്ഷാബോട്ടിലേക്ക് വലിച്ചു കയറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ.